ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ബ്രസീലിന് കഴിഞ്ഞിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് പരാഗ്വയെ കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. വിനീഷ്യസ് ജൂനിയറാണ് വിജയ ഗോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതോടുകൂടി അടുത്ത വേൾഡ് കപ്പിനുള്ള യോഗ്യത ബ്രസീൽ കരസ്ഥമാക്കുകയും ചെയ്തു. ഈ മത്സരത്തിന് മുന്നേ ബ്രസീലിയൻ താരങ്ങളെ ഹോട്ടലിൽ വെച്ചുകൊണ്ട് സന്ദർശിച്ചിരുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ നെയ്മർ ജൂനിയർ ആയിരുന്നു. മാർക്കിഞ്ഞോസ്, റാഫീഞ്ഞ ഉൾപ്പെടെയുള്ളവരോട് സംസാരിക്കുന്ന ചിത്രങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. നെയ്മർ തന്നെ തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ അത് പങ്കുവച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിനെ കുറിച്ച് നെയ്മർ ഒരിക്കൽ കൂടി സംസാരിച്ചിട്ടുണ്ട്. അതായത് ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി സർവ്വതും ചെയ്യാൻ, അല്ലെങ്കിൽ അവസാന നിമിഷം വരെ ഫൈറ്റ് ചെയ്യാൻ താൻ തയ്യാറാണ് എന്നാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ഇന്ന് ബ്രസീലിയൻ താരങ്ങളെ സന്ദർശിച്ചിരുന്നു. താരങ്ങളുമായി നേരത്തെ ഞാൻ ഫോണിൽ സംസാരിച്ചതാണ്, ഇപ്പോൾ നേരിട്ടും സംസാരിച്ചു. എന്നാൽ അവരെ വെറുതെ കാണാൻ പോയതാണ്, പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ താരങ്ങളുമായും എനിക്ക് വളരെ നല്ല ബന്ധമാണ് ഉള്ളത്. ഞങ്ങൾക്കിടയിൽ നല്ല ബഹുമാനവും നിലനിൽക്കുന്നുണ്ട്. കളിക്കാൻ കഴിവുള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. എൻ്റെ അവസാന ശ്വാസം വരെ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇതാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതായത് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തിയാൽ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി തൻ്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കും എന്ന ഒരു ഉറപ്പാണ് നെയ്മർ ആരാധകർക്ക് നൽകിയിട്ടുള്ളത്. പരിക്ക് കാരണമായിരുന്നു കാർലോ ആഞ്ചലോട്ടി നെയ്മറെ മാറ്റി നിർത്തിയിരുന്നത്. ഏതായാലും അടുത്ത ഇന്റർനാഷണൽ ബ്രേക്ക് ആവുമ്പോഴേക്കും നെയ്മർ കളിക്കളത്തിൽ സജീവമായി കൊണ്ട് ഉണ്ടാകും എന്നാണ് ബ്രസീലിയൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.